പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? എങ്ങനെയെങ്കിൽ ഒറ്റ മിനിറ്റിൽ പഠിക്കാം 3 പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് നിയമങ്ങൾ. ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യത്തെ വാക്ക് തായിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ജായിൽ ആരംഭിക്കുകയും ചെയ്താൽ ചേർത്തെഴുത്തിൽ അത് ഇരട്ടിച്ച ജകാരമായി മാറും. ഇനി ജായുടെ സ്ഥാനത്ത് ചായാണ് വരുന്നതെങ്കിലോ അത് ഇരട്ടിച്ച ചകാരമായിട്ട് മാറും. ഇനി ലായാണ് വരുന്നതെങ്കിലോ അത് ഇരട്ടിച്ച ലകാരമായിട്ട് മാറും. എപ്പോൾ മാത്രമാണ്? ആദ്യത്തെ വാക്ക് തായിൽ അവസാനിച്ചാൽ മാത്രം. കൺഫ്യൂഷൻ ആയോ? നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ ഉദാഹരണം, സത് അധികം ജനം സമം സജ്ജനം. ആദ്യത്തെ വാക്ക് തായിൽ അവസാനിച്ചിരിക്കുന്നു, രണ്ടാമത്തെ വാക്ക് ജായിൽ ആരംഭിച്ചിരിക്കുന്നു. ചേർത്തെഴുത്തിൽ അത് എന്തായി മാറി? സജ്ജനമായിട്ട് മാറി. അടുത്ത ഉദാഹരണം നോക്കിക്കേ. ആദ്യത്തെ വാക്ക് തായിൽ അവസാനിക്കുന്നു, രണ്ടാമത്തെ വാക്ക് ചായിൽ ആരംഭിച്ചിരിക്കുന്നു. ചേർത്തെഴുത്തിൽ അത് എന്തായി മാറുന്നു? ഇരട്ടിച്ച ചകാരം. ശരത് അധികം ചന്ദ്രൻ ശരചന്ദ്രൻ എന്നാകുന്നു. അടുത്ത ഉദാഹരണം, സമ്പത്ത് അധികം ലബ്ധി. ചേർത്തെഴുത്തിൽ സമ്പൽ ലബ്ധി എന്നായി മാറുന്നു. ആദ്യത്തെ വാക്ക് തായിൽ അവസാനിക്കുന്നു, രണ്ടാമത്തെ വാക്ക് ലായിൽ ആരംഭിക്കുന്നു. ചേർത്തെഴുത്തിൽ ഇരട്ടിച്ച ലകാരം. അപ്പോൾ ഈ നിയമങ്ങൾ മറക്കരുത്. ആദ്യത്തെ വാക്ക് തായിലാണ് അവസാനിക്കുന്നത് എങ്കിൽ രണ്ടാമത്തെ വാക്ക് ജായിലോ ചായിലോ ലായിലോ ആണ് ആരംഭിക്കുന്നതെങ്കിൽ ചേർത്തെഴുത്തിൽ അതിൻ്റെ ഇരട്ടിച്ച ഫലമായിരിക്കും ചെയ്യുക. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായും 1 മാർക്ക് നേടിത്തരാൻ പോകുന്ന ചോദ്യമാണിത്.